ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ അല്പം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ടതാട്ടോ. വക്കാന ഇദാ ലബിസ സൗബൻ ലബിസഹു മിൻ ഖിബലി മയാമിനിഹി. വസ്ത്രം ധരിക്കുമ്പോൾ, ഖമീസ് ധരിക്കുമ്പോൾ ആദ്യം വലത് ഭാഗത്താണ് തുടങ്ങുന്നത്. വലഭാഗം കൊണ്ട് തുടങ്ങും. അപ്പോൾ ആദ്യം വലത്തെ കൈ ഇടും. ശ്രദ്ധിക്കലുണ്ടോ? ഓരോ ആട്ടനക്കങ്ങളിലും തിരുചര്യ ശ്രദ്ധിക്കണം. അതല്ല മുത്തബിയ സുന്ന. അവന് വയഖൂലു, ഹബീബ് പറയും, അൽഹംദുലില്ലാഹില്ലദീ കസാനി മാ ഉവാരി ബിഹി ഔറത്തി വതജമ്മലു ബിഹി ഫിന്നാസ് എന്ന് ചൊല്ലും. ഇതർത്ഥം അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. അല്ലദീ, യാതൊരല്ല, ഏതല്ലാ, കസാനി മാ ഉവാരി ബിഹി ഔറത്തി, എൻ്റെ നാണം, എൻ്റെ ഔറത്ത് മറക്കാൻ എനിക്ക് വസ്ത്രം തന്ന അള്ളാഹു അല്ലേ. തിന്നില്ലെങ്കിലോ? പിന്നെ വതജമ്മലു ബിഹി ഫിന്നാസ്, അതുകൊണ്ട് ഞാൻ ജനങ്ങളിൽ മൊഞ്ചാവും ചെയ്യും അല്ലേ. നമുക്കും തന്നെ നല്ല വസ്ത്രം തയ്ച്ചാൽ സന്തോഷമല്ലേ. ഇതൊക്കെ ആരാ തരുന്നത്? അള്ളാഹു. അപ്പോൾ സ്റ്റാർട്ടിങ് പലതു ഭാഗം തുടങ്ങും വസ്ത്രം. പിന്നെ വൈദാ നസഅ സൗബഹു അഖ്റജഹു മിൻ മയാസിരിഹി, അഴിക്കുമ്പോഴോ ഇടത് ഭാഗം കൊണ്ട് വേണം അഴിക്കണം. മനസ്സിലായില്ലേ? നല്ലത് വലത് കൊണ്ടും കുറച്ച് കമ്മിയുള്ളത് ഇടത് കൊണ്ടും. പിന്നെ വക്കാന ഇദാ ലബിസ ജദീദ, ഹബീബ് പുതിയ വസ്ത്രം ധരിച്ചാൽ അഅ്താ ഖലിക സിയാബിഹി മിസ്കീന, തൻ്റെ പഴയ വസ്ത്രം സാധുക്കൾക്ക് നൽകും. പഴയത് പറഞ്ഞാൽ നുരുമ്പിയതല്ല. മനസ്സിലായില്ലേ? കൊടുക്കലുണ്ടോ? ഒക്കെ തിരുചര്യയാണ്. സുമ്മ യഖൂലു, പിന്നെ ഹബീബ് പറയും, മാമിൻ മുസ്ലിമിൻ യക്സൂ മുസ്ലിമൻ മിൻ സമലി സിയാബിഹി ലാ യക്സൂഹു ഇല്ലാ ലില്ലാഹ് ഇല്ലാ കാന ഫീ ളമാനില്ലാഹി വഹിർസിഹി വഖൈറിഹി മാ വറാഹു ഹയ്യം വമൈതാ. ഒരു മുസ്ലിമായ സുഹൃത്തിനിക്ക് നമ്മളെന്തായി വസ്ത്രം നൽകിയാൽ, അത് പഴയതാവട്ടെ പുതിയതാവട്ടെ, അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ കാവലിലാണ്. അപ്പം ബാമോനെ, മുത്താലിമേ, എനിക്ക് ഞാനൊരു ജുബ്ബ വാങ്ങിത്തരാം, എനിക്ക് ഞാൻ തൊപ്പി വാങ്ങിത്തരാം, എനിക്ക് ഞാൻ ഓയിൽ മുണ്ട് വാങ്ങിത്തരാം. വലിയ കൂലിയല്ലേ. ഇനി പറയാം, വക്കാന ലഹു ഫിറാഷു മിൻ ഉദുബിൻ, തോലിൻ്റെ വിരിപ്പുണ്ടായി റസൂലുള്ളാഹി. അതിന് നീളും വീതും കേട്ടോ. ഹഷ്ഫുഹു ലീഫ്, അതിലെ ഈ ഈത്തപ്പന മരത്തിൻ്റെ ചണ്ടിയും ചകിരിയൊക്കെ അതിൽ നിറച്ചിട്ടുള്ളത്, അതിൻ്റെ ഓലയ്ക്ക്. അവര് ബെഡ് അതിൽ നിറച്ചത് ചണ്ടിക്കൂണ്ടാരം ഈത്തപ്പൻ്റെ. തൂലുഹു ദിറാൻ, അതിൻ്റെ നീളം എത്ര? 2 മുഴ. മാഷാ അല്ലാഹ്, 1 മുഴ എത്ര? റസൂലുള്ളാഹി തങ്ങളെ ബെഡിൻ്റെ നീളം 2 മുഴ. ബാക്കിയൊക്കെ പുറത്താ. എവിടെ കിടക്കണം നമ്മളും ഹബീബും സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിറാഅനി ഔ നഹ്വുഹു വഅർളുഹു ദിറാഉൻ വശിബ്റുൻ, അതിൻ്റെ വീതി ഔ നഹ്വുഹു, എന്താ അതിൻ്റെ വീതിയോ? 1 മുഴവും 1 ചാണും. മാഷാ, 1 മുഴവും പിന്നെ 1 ചാണും വീതി. നീളം അതിലാ റസൂല കിടക്കുക. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണമെങ്കിൽ മക്കയുള്ള സകല പർവ്വതങ്ങളും പൊന്നായി വരും. പണ്ടൊരു മലക്കൊന്ന് ചോദിച്ചില്ലേ, അതും വേണ്ടായിരുന്നു. എനിക്കെന്തിനാ മാലി വലിദ്ദുന്യ, ഞാനും ദുന്യാവ് എന്ത് ബന്ധമുള്ളത്? നമ്മളിവിടെ കിടന്ന് മറിയില്ലേ. എന്നിട്ട് പറഞ്ഞ് അദ്ദുന്യ മാലുമല്ല മാലല, അദ്ദുന്യ ദാറുമല്ല ദാറല,
വമാലുമല്ല മാലല വയജ്മഉലഹ മല്ലാക്കലല. ദുന്യാവ് എന്ന് പറഞ്ഞത് നാളെ ആഖിറത്തിൽ വീടില്ലാത്തവൻ്റെ വീടാണ്. ആഖിറത്തിൽ സമ്പത്തില്ലാത്തവൻ്റെ സമ്പത്താണ്. ദുനിയാവിനെ ദുനിയാവ് എന്ന നിലയ്ക്ക് ഒരുമിച്ച് കൂട്ടുന്നയാള് മല്ലാക്കലല, ബുദ്ധിയില്ലാത്തവരാണ്. നമുക്കൊന്നും ബുദ്ധിയില്ല ശരിക്കും. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ വിരിപ്പിൻ്റെ നീളും വീതിയും അതിൽ എന്താ ബെഡിൻ്റെ നിറച്ച് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചില ഫോട്ടോയിൽ കാണില്ല ഇതിങ്ങനെ മടക്കിയൊക്കൽ, അതാണ് അത് ഫോട്ടോയിൽ വലുതായതാണ്. കണ്ടില്ലേ? വകാന യനാമു അലൽ ഹസീരി ലൈസ തഹ്തഹു ഷൈഉൻ ഗൈറു. റസൂലുള്ളാഹി തങ്ങൾക്ക് പായിൽ കിടന്നുറങ്ങും, ഒന്നും വിരിച്ചാതെ. എന്നിട്ട് ആ പായിൻ്റെ അടയാളങ്ങൾ ആ പൂമേനിയിൽ അടയാളം ഉണ്ടാവും. അപ്പോൾ സഹോദരൻ ചോദിച്ചു, നബിയെ, കിസ്റ കൈസർ രാജാക്കന്മാരൊക്കെ പൂമത്തയിൽ കിടന്നുറങ്ങുമ്പോൾ ലോകത്തിൻ്റെ നേതാവ് ഈ പായിലോന്ന്. എനിക്കിത് മതി, ഇവിടെ അല്ല സുഖം, ഇത് പരീക്ഷണ ലോകമാണ്, സുഖലോകം. പിന്നെ റസൂലുള്ളാഹിന്റെ മറ്റേ സ്വഭാവമുണ്ട്, എല്ലാത്തിനും പേരിടും. മൃഗങ്ങൾക്ക് പേരിടും, ആയുധത്തിന് പേരിടും, തൻ്റെ ചരക്കുകൾക്ക് പേരിടും. കണ്ടല്ലേ? വകാന മിൻ ഖുലുഖിഹി തസ്മിയത്തു ദവാബിഹി വസിലാഹിഹി വമതാഇഹി. വീട്ടിലെ സാമഗ്രികൾ, സാധനങ്ങൾ, വാള്, മൃഗിനൊക്കെ പേരുള്ളത് പിന്നെ ഖുലുഖാണ്. വകാന ഇസ്മു റായത്തിഹിൽ ഉഖാബ്. റസൂലുള്ളാഹി തങ്ങൾ പതാക ഉണ്ട്, ആ പതാകൻ്റെ പേര് റുഖാബ് എന്ന പതാക ഉണ്ട്. മാഷാ അല്ലാഹ്. വസ്മു സൈഫിഹി അല്ലദീ യശ്ഹദു ബിൽ ഹറൂബ. യുദ്ധത്തിന് പോകും, കൊണ്ടുപോകുന്ന യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോണ്ടാ വാണ്ടല്ലോ, പേരെന്താ? ദുൽഫുഖാർ. മാഷാ അല്ലാഹ്. അതൊക്കെ എപ്പോഴും മ്യൂസിയത്തിലുണ്ടാവും ചിലപ്പോൾ. ആ ദുൽഫുഖാർ. വകാന ലഹു സൈഫുൻ. മറ്റൊരു വാളുണ്ട്, യുഖാലു ലഹുൽ മിഖ്ദം. മിഖ്ദം വേറെ വാൾ. വാഖറു. മറ്റൊരു വാളുണ്ട്, യുഖാലു ലഹു റസൂബ്. റസൂബ്. വാഖറു. മറ്റൊരു വാളുണ്ട്, യുഖാലു ഖലീബ്. വാള് കുറേ ഉണ്ട്. ജിഹാദ് ചെയ്യണ്ട, ഇസ്ലാമികമായിട്ട് നിയമപരമായിട്ട് നമ്മൾ ജിഹാദ് പേടിച്ചോ വേണ്ട. മനസ്സിലല്ലേ? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞു. ഇന്ത്യയിൽ ജിഹാദിന് ചാടവും വേണ്ട, എന്നാൽ നിയമങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാം. ആ പിന്നെ വക്കാനത്ത് ഖബലത്തു സൈഫിഹി മുഹല്ലാത്തം ബിൽ ഫില്ല. റസൂലുള്ളാഹി തങ്ങളുടെ വാളിൻ്റെ പിടി ആ വെള്ളി കൊണ്ട് ഉഷാറാക്കി ഇങ്ങനെ തല പിടിക്കണോണ്ട്. വക്കാന യൽബസുൽ മിന്തഖദമിൽ ഉദും. അള്ളാഹിൻ്റെ ഹബീബ് ബെൽറ്റ് ഇട്ടു, തോലിൻ്റെ ബെൽറ്റ്. ഫീഹ സലാസു ഹിലക്ക് മിൻ ഫില്ല. വെള്ളിൻ്റെ 3 വട്ടക്കണ്ണി, കണ്ണി ബെൽറ്റുമേളെ ഉണ്ടായിരുന്നു. ഇനി മറ്റു വേറെ വക്കാനസ്മു കൗസിഹി അൽ കത്തൂം. എന്താ? ബില്ല്, അമ്പും ബില്ലുണ്ട്, ആ ബില്ലിൻ്റെ പേര് കത്തൂം. എല്ലാം പേരിടും, അത് നമുക്കും പേരിടാം. നമ്മളെ വണ്ടിക്കൊരു പേര്, എൻ്റെ വണ്ടിക്ക് പേരുണ്ട്. എന്തായിരുന്നു? എന്താ എൻ്റെ വണ്ടി പേരെന്താ? ആ എൻ്റെ വണ്ടിൻ്റെ നല്ല പേരാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ വക്കാനസ്മു നാഖത്തിഹി. ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ പേര് ഖസ്വ. ആ പാട്ടുണ്ടല്ലോ, മറ്റേ പാട്ടിറങ്ങില്ലേ, നമ്മളെ നൗഷാബാക്കി പാട്ടുണ്ടാങ്ങിയല്ലോ, മറ്റേ 2 മൂലവിന് പാട്ടുണ്ടല്ലോ, അതിൽ ഖസ്വ. ഖസ്വാറില്ലേ? ഒട്ടകത്തിൻ്റെ പേര് ഖസ്വ. വഹിയല്ലത്തി യുക്കാലുൽ അൽബ എന്നും പറയുന്നു. വസ്മു ബഗ്ലിഹി. തൻ്റെ കോവർക്കൈതിൻ്റെ പേരെന്താ? ദുൽദുൽ. ദുൽദുൽ. കുതിരക്ക് മീതെ ദുൽഫുക്കാറും പിടിച്ചുകൊണ്ട്. കേട്ടല്ലേ? വക്കാനസ്മു ഹിമാരിഹി. കൈതൻ്റെ റസൂലാക്ക് കൈതൻ്റെ പേരെന്താ? യഅഫു. ആടുണ്ടടാ. വസ്മു ഷാത്തിഹി അല്ലത്തി യശ്റബു ലബനുഹ ഐന. എന്താണ്? ഐന.
റസൂലുള്ളാഹി വക്കാന ലഹു മിത്ഹറത്തും മിൻ ഫഖാരിൻ യതവല്ലഹു ഫിഹ. റസൂലുള്ളാഹിക്ക് ഒരു മണ്ണിൻ്റെ കിണ്ടി ഉണ്ട്, ഒതു കൊടുക്കാൻ പറ്റും. വയശ്റബു മിൻഹ, ഇന്ന് വെള്ളം കുടിക്കും ചെയ്യും. ഫയുർസിലു الناس ഔലാദഹും الصغار الذي قد അകലു. കുറച്ചൊക്കെ അന്തൊക്കെ വെച്ച ചെറിയ മക്കളെന്താവും, മനുഷ്യന്മാർ മദീനയ്ക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പറഞ്ഞേക്കും. എന്തിന്? ഫയദ്ഖുലൂന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരെല്ലാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വരും. ചെറിയ മക്കളല്ലേ, ഓല് വരുന്നു. അങ്ങനെ ആരും പോയടാ റസൂലുള്ളാഹിന്റെ അടുത്ത് നിൽക്കല്ലേടാ, ആട്ടി വിടുന്നില്ല. ഫലാ യുദ്ഫഊന അൻഹു. അങ്ങനെ ഫൈദാ വജദു ഫിൽ മിത്ഹറത്തി മാഅൻ ശരിബു മിൻഹു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി, ഒളു കൊടുത്ത വെള്ളത്തിൻ്റെ ബാക്കിയിലുണ്ടെങ്കിൽ ശരിബു മിൻഹു, അതിൽ നിന്ന് അവർ കുടിക്കും. മരുന്നാണത്, ഏറ്റവും വലിയ ഔഷധമാണത്. ഹബീബിൻ്റെ പുണ്യ പൂമേന് തട്ടിയ വെള്ളമല്ലേ. വമസഹു അലാ വുജൂഹിഹിം, ആ കുഞ്ഞു മക്കള് ഓലെ മുഖത്തൊന്നായി തടവതുകൊണ്ട്. വാജിസാദിഹിം, അവരെ ശരീരത്തിൻ്റെ മേലും ബറക്കത്തെടുക്കുക. തണ്ട് വഹാബികൾക്കാവും പറ്റൂല ചിലപ്പോൾ. വയബ്തഗൂന ബിദാലിക്കൽ ബറക, ഇതുകൊണ്ടൊക്കെ ഓല ഉദ്ദേശം എന്താ? ബറക്കത്തെടുക്കുക. അപ്പം ഹബീബ് മൊത്തം ക്ലിയർ അല്ലേ. നമ്മളിപ്പോൾ ഈ റബീഉൽ അവ്വൽ ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നോക്കൂലല്ലോ. അത് അയാ മൗലിദൽ മുഖ്താരി ജദ്ദത ശൗകന ആണല്ലേ. റബീഉൽ അവ്വൽ വരും, പ്രത്യേക ഒരു ഷടകുടഞ്ഞ് എഴുന്നേറ്റ് ഹബീബിനെ പറ്റി പാടാനും പറയാനും പഠിക്കാനും ക്ലാസ്സിനും ശ്രമിക്കൂലേ. അതിന് സമ്മതിക്കൂല ആര്? ജാഹിലുകളായ വഹാബികൾ പോലെ എന്നും വേണം. എന്നിട്ടോ എല്ലാവരും ഹൈറുകളെത്തൊട്ട് മുടക്കുന്ന മുടക്കന്മാരാണ്. അതിൽ പെടുത്താക്കട്ടെ. കുറച്ചൊക്കെ ചിന്ത ഉണ്ടായി, ചെറിയ ബുദ്ധിയൊക്കെ ഉണ്ടായി, വിവരം കമ്മിയായി കഴിഞ്ഞാൽ വഹാബിയാവും. കാരണം ഓരോരോ കുൻറ്റ് ചോദ്യം ചോദിക്കും, ചിലപ്പോൾ അതിൽ വിവരം ഇല്ലെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് അധികം അറബി മുൻഷികളും തേക്കാനും വഹാബികളെ കയറും. എന്താ കുറച്ചൊക്കെ എന്തുണ്ടാവും, ബുദ്ധി ഉണ്ടാവും, പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഹദീസിന് പരിഭാഷ കണ്ടിട്ടുണ്ടാവും, അതങ്ങനെ ഇതിങ്ങനെ അറിയും. തൗഫീഖില്ലായ്മ. ഞമ്മക്ക് അറിവില്ല എന്നുള്ള വിവരം നമുക്ക് വേണം. അറിവില്ല എന്നതും ഒരു അറിവാണ്. അറിയില്ല എന്നതും ഒരു അറിവന്നല്ലേ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, നമ്മളൊക്കെ മുസൽമാന്മാർ. മുസ്ലിങ്ങളെ കൂട്ടത്തിലെ മദ്ഹബ് ഷാഫി മദ്ഹബുകാർ, അഖീദപരമായിട്ട് അശ്അരി ത്വരീഖത്ത്. പിന്നെ ഖാത്തിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ശിഷ്യർ സൈനുദ്ദീൻ മഖ്ദൂം എന്നിവരുടെ ശിഷ്യന്മാർ. ആണ് കിതാബല്ലേ വത്തുൽ മീൻ ദൂഫക്ക്. അവരുടെ ഗണത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പാൻ്റെ ഹില്ല് സ്നേഹിതനായ ഔക്കോയ ഉസ്താദിൻ്റെ ഷെയ്ഖു മശായിഖ്, പരപ്പരങ്ങാടി കടപ്പുറപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖു മശായിഖ് ഔക്കോയ ഉസ്താദിൻ്റെ ശിഷ്യർ, താജുൽ ഉലമയുടെ മൂത്താപ്പ കുഞ്ഞിപ്പോക്ക് മുസ്ലിം അല്ലേ, അവരുടെ ശിഷ്യർ താജുൽ ഉലമാഇ വദ്ദീൻ വഖുദ്വത്തുൽ മുഹഖിഖീൻ, അവർ വരച്ചു തന്ന ആ വരയിലൂടെ ചലിക്കുവാൻ സൗഭാഗ്യം ലഭിച്ചവർ. മാഷാ അല്ലാഹ്, ചെറുതല്ലത്, തൗഫീഖല്ലേ. സ്പീക്കറിൽ ഖുത്ബ ഓതണ്ടായിരുന്ന അങ്ങനെ തന്നെയാണ്, ആലോചിക്കൂല. താജുൽ ഉലമയുടെ തെളിഞ്ഞ കൽബിൽ തെളിഞ്ഞു വന്ന ആശയം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ അത് ഹക്കാണെന്ന് ബോധ്യപ്പെടും ചെയ്യും. ആ വഴിയിൽ സഞ്ചരിക്കാൻ തൗഫീക്ക് കിട്ടുകയാണ്. ഇപ്പം എല്ലാവരും ഷെയ്ഖുന പറയും. കാരണം ഇവിടുത്തെ എല്ലാ മൂല്യന്മാരും ഉസ്താദ് തന്നെയാണ്. അവർ ഷെയ്ഖുന, ഉസ്താദിൻ്റെ ഉസ്താദ് തയ്യാറ്, എല്ലാവരും ഷെയ്ഖുന വലിയ ആളാണ്. പറയും പണ്ട് ഉണ്ണിസ്താബ് ഹുസൈൻ പണ്ട് വരുന്നു
അന്ന് ഞാൻ മഞ്ചേരി ഓതാണ്. എല്ലാവരും പറയും ഉമ്ര ശൈലി എങ്ങനെ, എല്ലാവരും പറയും സ്വതക്കത്തുള്ളോലിയാർ വലിയ മൂല്യാരാണ്. ഓ വലിയ മൂല്യാർ പറഞ്ഞ കാര്യങ്ങളും വലിയതാവലേ, അപ്പം അതും അംഗീകരിക്കട്ടെ. നാളെ ആഖിറത്തിൽ നമ്മളെ പ്രതീക്ഷ അതാണ്. നമ്മൾക്ക് എവിടെ ഉണ്ട് താജുൽ ഉലമയും അതുപോലെ വലിയ മശായിഖുമാരൊക്കെ. എന്നാൽ എൻ്റെ കുട്ടികളെ ഇങ്ങോട്ട് പോരി, ഞാൻ പറഞ്ഞതിനനുസരിച്ച് ജീവിച്ച് ബുദ്ധിമുട്ടി, ജോലിക്ക് ബുദ്ധിമുട്ടായി കഷ്ടപ്പെട്ട എൻ്റെ മക്കളും ഇങ്ങോട്ട് വരി അറിയുമ്പോൾ മാഷാ അല്ലാ നമുക്ക് ബാക്കിൽ പോയിക്കൂടെ? മൈക്കൻ്റെ വിഷയം വരികയാണെങ്കിൽ എന്ത് പ്രശ്നമാണ് ജോലിക്ക്? എവിടെയും പറ്റൂല. ദീന് വിറ്റ് ജോലി ചെയ്യണ്ട. അതിൻ്റെ അടുത്ത് ബാക്കിയുള്ളവരോ മോശമാക്കാൻ നിൽക്കണ്ട. താജുൽ ഉലമ ഇങ്ങനെ പറഞ്ഞു, ഞമ്മക്കിങ്ങനെ ബോധ്യമായി, നമ്മളെ വായിച്ചിട്ടില്ല. ബാക്കിയുള്ളവരെ ചീപ്പാക്കാൻ നടക്കണ്ട, ഓരോലെ വൈക്ക് പോയിക്കോട്ടെ. താജുൽ ഉലമ അങ്ങനെ പറഞ്ഞു, ഞമ്മക്ക് ബോധ്യമായി, നമ്മളങ്ങനെ ചെയ്യൂ. അത് ഉറപ്പുള്ള വഴിയാണ്. മറ്റേതോ ശരിയാവൂല അഭിപ്രായമല്ല. ഇതിലോ ഒഴിവാക്കിയാലോ ശരിയാന്ന് ഉറപ്പല്ലേ? അപ്പോൾ ഉറപ്പുള്ളമ്മ പിടിച്ചോണ്ട് അല്ലാഹു ഇങ്ങനെ തന്നെ ജീവിച്ച് അമൽ ചെയ്ത് മഹ്മൂദത്തായ ആക്കിബത്തോട് മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.